സുവിശേഷങ്ങളിൽ 9 പ്രാവശ്യം യേശു മനസ്സറിഞ്ഞ് പ്രവർത്തിച്ചതായി കാണുന്നു. അങ്ങനെ 9 പ്രാവശ്യങ്ങളിൽ 8 പ്രാവശ്യവും ശാഖകളിലെ കണ്ടിട്ട് യേശു പ്രവർത്തിച്ചു. ഇവിടെ ഒരൊറ്റ സന്ദർഭത്തിൽ മാത്രമാണ് യേശു മനസ്സറിഞ്ഞിട്ട് പ്രവർത്തിക്കാതെ ശിഷ്യന്മാരോട് പറഞ്ഞു, കൊയ്ത്തിന് വേണ്ടി യജമാനോട് വേലക്കാരെ അയപ്പാൻ അപേക്ഷിക്കാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. In one case he touched the leper. ഒരു പ്രാവശ്യം യേശു മനസ്സറിഞ്ഞിട്ട് കുഷ്ഠരോഗിയെ തൊട്ടു. In another case he raised the dead. ഒരു പ്രാവശ്യം മനസ്സറിഞ്ഞ് മരിച്ച വ്യക്തിയെ ഉയർപ്പിച്ചു. He fed the multitudes. ഒരു പ്രാവശ്യം മനസ്സറിഞ്ഞ് അവൻ വിശന്നവർക്ക് ആഹാരം നൽകി. He healed the sick and so on. അവരെ രോഗികളെ സൗഖ്യമാക്കിയ മനസ്സറിഞ്ഞ് അവർ പ്രവർത്തനനിരതനായി തീർന്നു. When you are moved with compassion, you will do something. നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സറിവുണ്ടായാൽ നിങ്ങൾ പ്രവൃത്തിയിൽ അത് കാണിക്കും. In 1975, 1975 there was a young kid who was born by the name Raymond Dunn. Raymond Dunn എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു കുട്ടി ഉണ്ടായിരുന്നു. He was born in New York State. ന്യൂയോർക്ക് സിറ്റിയിൽ ജനിച്ച വ്യക്തിയാണ്. And the Associated Press reports that when he was born, he suffered oxygen deprivation. When he was born. ജനിച്ചതായ സമയത്ത് ഓക്സിജൻ ലഭിക്കാൻ ശ്വാസോച്ഛ്വാസം ചെയ്യാൻ പ്രയാസമുള്ള വ്യക്തിയാണ്, കുട്ടിയായിട്ടാണ് ജനിച്ചത്. As a result, he was born severely retarded. അവൻ റിട്ടാർഡായിട്ട് മാനസിക രോഗിയായിട്ടാണ് ജനിച്ചു. And when he grew up, they found there were other issues with him. വളർന്നപ്പോൾ അത് സംബന്ധിച്ച പലതുമായ രോഗങ്ങൾ അവനെ ബാധിക്കേണ്ടിയായി. His body was somewhat twisted. അവന്റെ ശരീരമൊക്കെ ഇങ്ങനെ വളഞ്ഞ് രൂപഭംഗിയില്ലാതായി. He was blind, mute and immobile. അവന് ചെവി കേൾക്കാൻ വയ്യായിരുന്നു, അവന് കണ്ണ് കാണാൻ വയ്യായിരുന്നു, അവന് പ്രവർത്തിക്കാൻ വയ്യാത്ത വ്യക്തിയായിരുന്നു. But he also had allergies to just about every food that you can give to a baby. അവൻ ഈ ഭൂമിയിൽ ഭക്ഷിക്കുന്ന എല്ലാ ആഹാരത്തിനും അലർജിയുള്ള വ്യക്തിയായിട്ടാണ് കുട്ടി ജനിച്ചത്. There was only one particular food that he could eat. അവന് കഴിക്കാൻ പറ്റുന്നതായ അലർജി ഇല്ലാത്ത ഒരൊറ്റ ആഹാരം മാത്രമേ ഉള്ളൂ. It was a meat-based formula made by the Gerber Foods. Gerber food ഉണ്ടാക്കിയതായ മീറ്റ് കൊണ്ട് ഉണ്ടാക്കിയതായ ഒരു ഫുഡ്. That is the only formula he can survive on. ആ ഒരൊറ്റ ഫുഡ് മാത്രമേ ഈ കുട്ടി കഴിക്കാൻ കഴിയൂ. Everything else he was very allergic to. ബാക്കി എന്ത് ഫുഡ് കഴിച്ചാലും ആഹാരം കഴിച്ചാലും അലർജിയാണ്. In 1985, Gerber Foods decided to stop making this particular formulation. ഈ പ്രത്യേകമായ ഈ കുട്ടിക്ക് അലർജി ഇല്ലാത്ത കഴിക്കാൻ ഒക്കുന്നതായ ആഹാരം ഉണ്ടാക്കുന്ന കാര്യം ഗർഭർ കമ്പനിക്കാരെ 85 നിർത്തുകയും ചെയ്തു. Yeah, they decided to stop producing it. അവർ ഉണ്ടാക്കുന്ന കാര്യം നിർത്താൻ തീരുമാനിച്ചു. So his mother was very upset, but she went about all over the country buying out boxes and boxes of this particular meat-based formula. ഈ പ്രത്യേകമായ അലർജി ഇല്ലാത്ത ആഹാരം കുട്ടിക്ക് കഴിക്കാവുന്ന ആഹാരം കമ്പനി ഉണ്ടാക്കുന്നത് നിർത്തുന്നു എന്ന് കേട്ടപ്പോൾ ഈ കുട്ടിയുടെ അമ്മ രാജ്യത്ത് പട്ടണത്തിലൊക്കെ ചുറ്റി നടന്ന് എവിടെല്ലാം ഈ ആഹാരം ലഭിക്കുമോ ആ പ്രത്യേകമായ ഫുഡ് ശേഖരിക്കാൻ He began to accumulate boxes of this because this is the only food. ഈ ഫുഡ് മാത്രമേ ബോക്സ് കണക്കിന് ആഹാരങ്ങൾ ഈ അമ്മ ശേഖരിക്കാൻ തുടങ്ങി. But in 1990, she also ran out of all the supply. എന്നാൽ ഈ ശേഖരിച്ചതെല്ലാം ആഹാരം 5 വർഷം കഴിഞ്ഞപ്പോൾ 90-ൽ എല്ലാം തീർന്നു. She was in a panic condition. So she wrote a letter to the Gerber Foods. She said, you know, my son can only survive on this particular formula. And now you have stopped the production of it and I have no more supply of this food. And my son is going to die. Please help. Now, what are they going to do for just one kid? But the employees heard about it. They were moved with compassion. Moved with compassion. The employees said, we are going to do something about this situation. So they collaborated together and took the old equipment out of the warehouse. ഈ കമ്പനിയിൽ ഈ ആഹാരം ഉണ്ടാക്കുന്നതായ ഇത് സ്റ്റോറിൽ സൂക്ഷിച്ചിരുന്നതായ മെഷീനൊക്കെ ഈ വേലക്കാർ കൊണ്ടുവരാൻ They set it up all over the place. And then they applied to the FDA to get permission to make this particular formula just for this one child. ഈ ആഹാര ഫോർമുല ഈ പ്രത്യേകമായ ഒരു കുട്ടിക്ക് വേണ്ടി ഉണ്ടാക്കുവാൻ FDA പ്രത്യേകമായ പെർമിഷൻ. And so the whole production line was set up just for one little kid, Raymond Dunn. Raymond എന്ന് പറയുന്ന ആ ഒറ്റ കുട്ടിക്ക് വേണ്ടി പിന്നെയും ആ കമ്പനിയിൽ ആ പ്രത്യേകമായ ആഹാരം പ്രൊഡക്ഷൻ
ആരംഭിച്ചു. Why? എന്തുകൊണ്ട്? Because they were moved with compassion. ആ കമ്പനിയിലുള്ള ആളുകൾ മനസ്സലിവോടെ മുമ്പോട്ട് പോയി പ്രവർത്തിച്ചു. In January 1995, Raymond Dunn died of other complications. പലവിധമായ പ്രതിസന്ധികൾ, മറ്റുള്ള പ്രതിസന്ധികൾ 95-ൽ ഈ കുട്ടി മരിപ്പാൻ ലോകത്ത് മാറ്റപ്പെട്ടു. But during his short lifetime, എന്നാൽ ഈ കുറഞ്ഞ സമയം കൊണ്ട് he brought out the incredible compassion in others. Amen. അവന്റെ ജീവിതം കൊണ്ട് മറ്റുള്ള അനേകരെ സ്വാധീനിപ്പിക്കുവാൻ ഈ മനസ്സിലും മാതൃകയായി. Ultimately, we learn that the compassion of Jesus took him to the cross of Calvary. നമുക്കറിയാമല്ലോ, യേശു മാനവരാശിയെ കണ്ട് പാപത്തിൽ കിടക്കുന്ന മാനവരാശിയെ രക്ഷിപ്പാൻ മനസ്സിലുകൊണ്ടാണ് അവൻ കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നത്. What does it take to be an effective witness? എങ്ങനെയാണ് ശക്തമായ ഒരു സാക്ഷിയായി തീരാൻ കഴിയുന്നത്? We need the feet of Jesus. യേശുവിന്റെ പാദങ്ങൾ നമ്മുടെ പാദങ്ങളായി തീരട്ടെ. Oh, we need the tongue of Jesus. യേശുവിന്റെ നാവുകൾ നമ്മുടെ നാവുകളായി തീരട്ടെ. We need the hands of Jesus. യേശുവിന്റെ കരങ്ങൾ നമ്മുടെ കരങ്ങളായി തീരട്ടെ. Oh, we need the eyes of Jesus. യേശുവിന്റെ കണ്ണുകൾ നമ്മുടെ കണ്ണുകളായി തീരട്ടെ. And we need the heart of Jesus. യേശുവിന്റെ കർത്താവിന്റെ ഹൃദയം നമ്മുടെ ഹൃദയമായി തീരട്ടെ. This is the anatomy of a gospel witness. ഒരു സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിക്കുന്ന ഒരു വ്യക്താവിന്റെ ഘടകങ്ങൾ, ജീവിതത്തിന്റെ അവയവങ്ങൾ ഇതൊക്കെയാണ്. I don't know where you are in your own spiritual journey on this issue. ഈ വിഷയത്തിൽ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. But tonight you can recommit your life and say, oh God, may my heart be a heart of Christ. ഇന്ന് രാത്രികാലം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. ദൈവമേ, നിന്റെ ഹൃദയം എന്റെ ഹൃദയമായി തീരട്ടെ. May my feet be the feet of Christ. കർത്താവേ, എന്റെ പാദങ്ങൾ നിന്റെ പാദങ്ങളായി തീരട്ടെ. May my hands be the hands of Jesus. കർത്താവേ, എന്റെ കരങ്ങൾ നിന്റെ കരങ്ങളായി തീരട്ടെ. May my eyes be the eyes of Jesus. കർത്താവേ, എന്റെ കണ്ണുകൾ നിന്റെ കണ്ണുകളായി തീരട്ടെ. May my tongue be the tongue of Jesus. ദൈവമേ, എന്റെ നാവ് നിന്റെ നാവായി തീരട്ടെ. I want every eye closed. എല്ലാ കണ്ണുകളടയ്ക്കാം, ദൈവത്തിൽ പ്രാർത്ഥിക്കാം. Praise God. Let's take a moment in prayer. ഒരു നിമിഷം ദൈവത്തിൽ പ്രാർത്ഥിച്ചാൽ എല്ലാവരും. If you feel, if this message has touched your heart and God the Holy Spirit is speaking to you to recommit your life, I want you to come forward and stand at this altar. ഇന്ന് രാത്രികാലം കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ എന്റെ ജീവിതത്തെ ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു എന്ന് തീരുമാനിക്കുന്നവർ ദയവായി മടിക്കാതെ എഴുന്നേറ്റ് മുമ്പോട്ട് കടന്നു വരുവാൻ വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. Praise God. You come forward. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ മുമ്പോട്ട് കൊണ്ടുവരട്ടെ. God has given you a beautiful sanctuary. ഇന്ന് മനോഹരമായ ഒരു ദേവാലയം നിങ്ങൾക്ക് ആരാധിപ്പാൻ ദൈവം തന്നിരിക്കുന്നു. But God wants you to be witnesses and bring the unsaved into this. ഈ വിസ്താരം ഒരു മനോഹരമായ ദേവാലയത്തിനുള്ളിൽ ആത്മാക്കളെ കൊണ്ട് നിറപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. Amen. Hallelujah. He wants you to be the messenger of the Lord. ദൈവത്തിന്റെ സന്ദേശത്തിന്റെ ദൂതുവാഹികളായി തീരുവാൻ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. To go forth and proclaim the good news of Jesus. ഓ യേശുവിന്റെ സത്വർത്തമാനമായി സുവിശേഷവുമായി നെടുകെ കുറുകെ ഗ്രാമങ്ങൾ പട്ടണങ്ങൾ കടന്നു പോകുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. By your word and by your deeds. നിങ്ങളുടെ വാക്കുകൊണ്ട് നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് ആ സുവിശേഷം ധ്വനിക്കട്ടെ. Oh, God is looking for laborers. Amen. ഓ ഇന്ന് രാത്രികാലം ദൈവം കൊയ്ത്തിന് വേണ്ടി വേലക്കാരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. He says, pray to the Lord of the harvest that he would send forth laborers into the harvest. ഓ ഇന്ന് രാത്രികാലം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, കൊയ്ത്തു വളരെ ഉണ്ട്, സത്യം വേലക്കാരോ ചുരുക്കം. അതുകൊണ്ട് കൊയ്ത്തിന്റെ യജമാനനോട് വേലക്കാരെ അയപ്പാൻ ഇന്ന് രാത്രികാലം നമുക്ക് God പ്രാർത്ഥിക്കാം. is eager to send you and empower you to do the work if only you are ready to go. നിങ്ങൾ പോകുവാൻ തയ്യാറാണെങ്കിൽ ദൈവം നിങ്ങളെ ശക്തീകരിപ്പാൻ, ദൈവം നിങ്ങളെ അയപ്പാൻ അവൻ തയ്യാറുള്ളവനാണ്. Amen. I want the men of pastors, ministers who are here, please come and stand with these brothers and sisters who are rededicating their life, and let's pray for them. ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതായ ഈ വ്യക്തികൾ, മുമ്പോട്ട് കടന്നുവന്നതായ വ്യക്തികൾ, ഈ മുമ്പോട്ട്